ഞാൻ തോമസ് മാസ്റ്റർ വീണ്ടും MP ആകണം എന്ന് ആഗ്രഹിക്കുന്നത് പ്രധാനമായി 2-3 കാര്യങ്ങളുണ്ടാണ്. ഒന്ന്, അദ്ദേഹം കൊച്ചിയുടെയും എറണാകുളത്തിന്റെയും സമഗ്രമായ വികസനത്തിന് വേണ്ടി നൽകിയ വിലപ്പെട്ട സംഭാവനകൾ. അത് LNGയുടെ പൂർത്തീകരണമായാലും, വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്മിഷൻഷിപ്പിന്റെ പൂർത്തീകരണമായാലും, ആ ട്രാൻസ്മിഷൻഷിപ്പ് കണ്ടെയ്നർ ടെർമിനലിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കബോട്ടാഷ് നിയമം മാറ്റി എഴുതാനും ഒക്കെ അദ്ദേഹം നടത്തിയ വലിയ ശ്രമങ്ങൾ. അതുപോലെ ദേശീയപാതയുടെ വികസനം, അതുപോലെ മെട്രോ നടപ്പാക്കാൻ DMRCയും ശ്രീധരനെയും ഇവിടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ഡൽഹി നടത്തിയ വലിയ ഇടപെടലുകൾ തീർച്ചയായിട്ടും എന്നും എന്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന മറ്റൊരു വലിയ മഹത്വം എന്ന് ഞാൻ പറയും ഒരു കാര്യമുണ്ട്. അദ്ദേഹം നമ്മുടെ 33,000-ഓളം കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകാൻ നൽകിയ സംഭാവനകൾ. ഏകദേശം ഈ വർഷം തന്നെ 1 കോടിയിലധികം രൂപയാണ് അദ്ദേഹം വിവിധ സംരംഭങ്ങളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ സമാഹരിച്ച് സ്കൂളുകളിലെ PTAക്ക് നൽകി പോഷകസമൃദ്ധമായ ആഹാരം. സർക്കാർ 5 രൂപയാണെങ്കിൽ അദ്ദേഹം 6 രൂപ നൽകുന്നു. അത് ഒരു സാധാരണ MP ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അത് തന്നെ അദ്ദേഹം പുതിയ തലമുറയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റാണ്. നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാവണം. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അദ്ദേഹം ടാബ്ലറ്റ് നൽകി. അതോടൊപ്പം ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടികൾ, അതുപോലെ തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മട്ടാഞ്ചേരി ഫിഷിംഗ് ഹാർബർ ഇന്ത്യയിലെ ആദ്യത്തെ ഹാർബറാണ്. അതിന്റെ നവീകരണത്തിന് വേണ്ടി 13 കോടി അനുവദിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു. അതുപോലെ ചെല്ലാനത്തെ ഫിഷിംഗ് ഹാർബർ അദ്ദേഹത്തിന്റെ കാലത്താണ് ആരംഭിച്ചത്. അത് പൂർത്തീകരണം നടപടി സ്വീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ നിയോജക മണ്ഡലങ്ങൾ 7 നിയോജക അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും നടക്കുന്ന പ്രധാന എല്ലാ പ്രവർത്തനങ്ങളുമായി MLA-മാരുമായി ബന്ധപ്പെടുകയും അവർക്ക് താങ്ങും തങ്ങുമായി നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികളും നടപ്പാക്കാൻ അദ്ദേഹം കാണിക്കുന്ന പ്രത്യേക താല്പര്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ MP ഫണ്ട് വളരെ ഫലപ്രദമായ രീതി അദ്ദേഹം കൊടുത്തത് വലിയ ഘട്ടങ്ങൾക്കല്ല, മറിച്ച് കൊച്ചു സംരംഭങ്ങളാണെങ്കിലും അത് എടുത്തു പറയത്തക്കതാണ്. ഒന്ന്, അംഗനവാടികൾ, 2 ഡിസ്പെൻസറികൾ, അതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ. അപ്പം വിവിധ മേഖലകളിൽ അത് പ്രത്യേകിച്ച് സാധാരണക്കാരന് ഉതകുന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ ബില്ലിലൂടെ അത് പാസ്സാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും കോൺഗ്രസിനും UPAയ്ക്കും അഭിമാനകരമാണ്. സ്വാഭാവികമായിട്ട് തോമസ് മാഷ് എന്ന വ്യക്തിക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരം കൂടെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഏത് നിലയിൽ വിലയിരുത്തിയാലും എറണാകുളത്തിന്റെ ജനപ്രതിനിധിയാകാൻ അർഹതകളുണ്ടോ മറ്റെല്ലാ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും തോമസ് മാഷേക്കാൾ അർഹതയുള്ള വേറാരുമില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു ശോഭയാർന്ന വിജയം അദ്ദേഹത്തിനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോ കരങ്ങൾക്കും ശക്തി, ഓരോ കരങ്ങൾക്കും പുരോഗതി.